ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു കൊണ്ട് ഒരു തനി നാടൻ ഒഴിച്ചേറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിക്കൊക്കെ ഇടുന്ന സാധാ പരിപ്പ് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചക്കക്കുരു ഇതുപോലെ തന്നെ 2 കഷ്ണമായിട്ട് മുറിച്ചാട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായതും ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി ഒരു 2 വിസിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച ചക്കക്കുരും പരിപ്പും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ഇതേപോലെ ഒന്ന് സ്ലൈസായി മുറിച്ചതും ഒരു 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കഷ്ണങ്ങളായി മുറിച്ച കുമ്പളങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കറികൾക്കൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർക്കാം. ഇനി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കറിക്ക് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കറിയൊക്കെ ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ കഷ്ണങ്ങൾ വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച തേങ്ങയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുവറ്റി പറഞ്ഞ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു കറി മതി. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. നമ്മൾ കറിയൊക്കെ നല്ലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കറി ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം.